ഹലോ ഗായ്സ്, എല്ലാവർക്കും സൂരജ് ഹെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൂരജ് ഹെയർ പ്രസാദ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂരജ് ഹെയർ ടിപ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറേ നാൾ കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഒട്ടും വൈകിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകും. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിപ്പം വിചാരിക്കുന്നത് എന്തായിരിക്കും എൻ്റെ മുടിയുടെ അല്ലെങ്കിൽ എൻ്റെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരുന്നു. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 2-3 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുടിക്ക് നീളം വെക്കുന്നതിനനുസരിച്ച് മുടി ഡ്രൈയും ആകുന്നു, അതുപോലെ തന്നെ ഫ്രിസി ആകുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെയർ ടൈപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പം അതിനെ ഒന്ന് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു സ്പെഷ്യൽ റെമഡി ചെയ്യാൻ പോവുകയാണ്. അതായത് ഒരു DIY ടിപ്സാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻറ്റ്, അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചോറാണ്. ഇതെല്ലാവരുടെ വീട്ടിൽ തന്നെ കാണും. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ വീട്ടിലിപ്പോൾ കഞ്ഞി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ചോറുണ്ടാക്കുന്നത് ഉപ്പിട്ടിട്ടാണ് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും എടുക്കരുത്. ഇത് ഉപ്പിടാതെ ഉണ്ടാക്കിയ ചോറാണ്. അപ്പോൾ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഉപ്പിട്ടിട്ടാണ് ചോറുണ്ടാക്കുന്നതെങ്കിൽ ആ ചോറ് എടുക്കാതെ നമ്മളൊരു കുറച്ച് നമുക്ക് എന്തോരം നമ്മളൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുണ്ടോ അത്രയും മാത്രം അരി നമ്മൾ വെള്ളത്തിലിട്ട് ചൂടാക്കിയിട്ട് അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഊറ്റിയിട്ട് നമ്മൾ തണുപ്പിക്കാനായിട്ട് വെക്കണം. തണുപ്പിച്ചിട്ട് ആ അരി വേണം നമ്മൾ എടുക്കാനായിട്ട്. ഞാനിപ്പോൾ അങ്ങനെ എടുത്തതാണ്. എൻ്റെ വീട്ടിലിവിടെ ഉപ്പിട്ടിട്ടാണ് കഞ്ഞിവെള്ളം മീൻസ് ചോറുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ വേറെ ഉണ്ടാക്കി എടുത്തതാണിത്. ഇനി നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാപ്പാലാണ്. അപ്പോൾ അരി ഞാനിവിടെ അല്ലെങ്കിൽ ചോറ് ഞാനിവിടെ 3 ടീസ്പൂൺ എടുക്കുമ്പോൾ അരി ഞാൻ 6 ടീസ്പൂൺ നമ്മുടെ ഈ തേങ്ങാപ്പാൽ ഞാൻ 6 ടീസ്പൂണാണ് എടുക്കുന്നത്. അതായത് 1:2 റേഷ്യോയിൽ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത് നമ്മുടെ ചോറ്, ഇത് നമ്മുടെ തേങ്ങാപ്പാൽ. പിന്നെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോൺഫ്ലോർ ആണ്. ഇത് മിക്കവരുടെയും വീട്ടിൽ തന്നെ കാണും. ഇല്ലെങ്കിൽ ഇത് സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ നമ്മുടെ സാധാരണ വെജിറ്റബിൾ ഷോപ്സിലൊക്കെ ഇത് അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ ഒരു ചെറിയൊരു ചെറുനാരങ്ങയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഇത്രയും ചോറ്, അതായത് എൻ്റെ ഹെയർ ലെങ്തിനനുസരിച്ചുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളത്. ഒന്ന്, 2, 3, 4, 5, 6 സ്പൂൺ തേങ്ങാപ്പാലും കൂടിയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തത്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്പൂൺ കോൺഫ്ലോറാണ്. 2 സ്പൂൺ കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്യാം. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനിയിപ്പോൾ എങ്ങാനും ഇതിൻ്റെ കൺസിസ്റ്റൻസി വളരെ ലൂസാണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തോട്ട് വീണ്ടും കുറച്ചുകൂടെ തിക്കാക്കാൻ വേണ്ടിയിട്ട് ഈ കോൺഫ്ലോർ ആഡ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഇത് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ വേണം നിങ്ങളുടെ കൺസിസ്റ്റൻസി എടുക്കാൻ. പിന്നെ ഇത് നമ്മുടെ നാരങ്ങ നീര്, ഇത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്ര ഒഴിച്ച ശേഷം ഇത് ജസ്റ്റ് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു കൺസിസ്റ്റൻസി കുറച്ചുകൂടെ ഇത് അടിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി ലൂസ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ 1 സ്പൂണും കൂടെ കോൺഫ്ലോറിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യണം. ഇത്രയും കൂടെ ഇത് കാരണം ഇത് ഞാൻ എടുത്തപ്പോൾ ക്വാണ്ടിറ്റി ഇച്ചിരി കൂടിപ്പോയി. അത് കാരണം മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തത്. ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം.
അപ്പോൾ ഇതുപോലെ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം ഇതെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ വൈഡ്, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇതുപോലത്തെ വൈഡ് ടീത്തുള്ളൊരു കോമ്പ് വെച്ചിട്ട് നമ്മുടെ മുടി ആദ്യം ജടയെല്ലാം കളയണം. പിന്നെ എപ്പോഴും ഇതുപോലത്തെ ഒരു പേപ്പർ നമ്മുടെ മടിയിൽ വെച്ചിട്ട് ഇത് തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം നിലത്തൊക്കെ വീഴാതിരിക്കും. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് കാണിക്കുകയാണ്. പിന്നെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞേക്കാം, ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ഇത് തലയിൽ അപ്ലൈ ചെയ്തിട്ടിരിക്കണം. അപ്പോൾ സമയമുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആയി പോകും. കാരണം എന്നാൽ മാത്രം നമുക്കത് തലയിൽ എന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ നമുക്കിത് ഇപ്പം ഞാൻ മുടി ഇപ്പം നന്നായിട്ട് ചീവി ജടയെല്ലാം കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്. ഇതുപോലെയാണ് നമ്മുടെ ഈ പാർലറിലൊക്കെ നമുക്ക് സ്ട്രെയിറ്റനിങ് ക്രീംസ് ഒക്കെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ കൺസിസ്റ്റൻസി തന്നെ നമ്മൾ എടുക്കണം. അത് ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ ലൂസായി പോകുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കോൺഫ്ലോർ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തിക്കുക. ഇനി നമുക്കിത് ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് തലയിൽ ഫുള്ള് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, അതായത് ഏറ്റവും മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 2 മിനിറ്റ്സ് എങ്കിലും നമ്മളിങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ കോമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ആ ഒരു സ്ട്രെയിറ്റനിങ് എഫക്റ്റ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട്. കണ്ടില്ലേ, ഇതാണ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് എത്രത്തോളം ചേഞ്ച് ഉണ്ടാകുക എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇതുപോലെ നിങ്ങൾ ഒരു 2, 3, 4, 5 തവണയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ്നെസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇത് എപ്പോഴൊക്കെയാണ് എഫക്റ്റീവ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മുടി ഇപ്പം ഒട്ടും മാനേജബിൾ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ്നെസ് നമുക്ക് വിസിബിൾ ആകുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ എൻ്റെ മുടി ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മാനേജബിളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും, മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.